കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിൽ ഒന്നും കോൺഗ്രസിന് വിട്ടുകൊടുക്കില്ല എന്ന് കേരള കോൺഗ്രസ് 10 സീറ്റിലും സ്ഥാനാർത്ഥികളെ ഏതാണ്ട് കണ്ടെത്തി കഴിഞ്ഞു. തോറ്റ സീറ്റുകൾ വിട്ടുകൊടുക്കാനാണെങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരുമെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ് 4 സീറ്റുകൾ വിട്ടു നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടാനിരിക്കെയാണ് കേരള കോൺഗ്രസ് നിലപാട് അറിയിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 10 സീറ്റിൽ മത്സരിച്ചു. ഞങ്ങൾക്ക് കൂടുതൽ വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ആ 10 സീറ്റ് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. അത് മുഴുവൻ ഞങ്ങൾ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ വരെ ഏതാണ്ട് കണ്ടുവച്ചിരിക്കുകയാണ്. ഇപ്പോൾ 4 സീറ്റുകൾ കേരള കോൺഗ്രസ് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് ചില വാർത്തകളൊക്കെ ചില കേന്ദ്രങ്ങൾ വരുന്നത്. അതായത് ഇടുക്കി, ഏറ്റുമാനൂർ, കുട്ടനാട് തുടങ്ങി 4 സീറ്റുകൾ കേരള കോൺഗ്രസ് വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ള സൂചനകളൊക്കെ. അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ് എത്ര സീറ്റ് വിട്ടുകൊടുക്കണം? ഞങ്ങൾ വെറും 10 സീറ്റിലേ മത്സരിച്ചുള്ളൂ. കോൺഗ്രസ് 100-ൽ പരം സീറ്റിൽ മത്സരിച്ച് വളരെ കുറച്ച് ജയിച്ചുള്ളൂ. അന്ന് 21 ഞങ്ങൾ 10 സീറ്റ് മത്സരിച്ച് 2 ജയിച്ചുള്ളൂ. അപ്പോൾ 2% അല്ലേ? അപ്പോൾ എങ്ങനെ ഞങ്ങളോട് കൂടുതൽ ചോദിക്കും? അങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് അത്ര ധിക്കാരപരമായി പെരുമാറും എന്ന് ഞാൻ കരുതുന്നില്ല. ചോദിച്ചാൽ ഞങ്ങൾ എന്തിനു വിട്ടുകൊടുക്കണം? അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ പറയും. അങ്ങനെ കോൺഗ്രസ് വിട്ടുകൊടുക്കുമോ? മറ്റു പാർട്ടികൾ വിട്ടുകൊടുക്കുമോ? ഇല്ല. അതുകൊണ്ട് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മത്സരിച്ച 10 സീറ്റും ഞങ്ങൾക്ക് തരണം. അതിൽ ഞങ്ങൾ വളരെ നിർബന്ധപൂർവ്വം എന്ന് മാത്രമല്ല ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ തയ്യാറില്ല. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. പ്രദീപ്, കേരള കോൺഗ്രസ് ഒരു മുഴം നീട്ടിയെറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കിയിൽ, കാസർഗോഡൊക്കെ ചില സീറ്റുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നേരിട്ട് ചോദിക്കും മുമ്പ് തരില്ല എന്നത് വ്യക്തമാക്കിയും കഴിഞ്ഞിരിക്കുന്നു. മധു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. മുസ്ലിം ലീഗുമായുള്ള ചർച്ചകൾ പൂർത്തിയായാൽ കോൺഗ്രസ് ഉടൻ കേരള കോൺഗ്രസുമായുള്ള ചർച്ചകളിലേക്ക് കടക്കും. ചില സീറ്റുകൾ ഇത്തവണ കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തേക്കുമെന്ന് ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റുകളിൽ ഇടുക്കി, ഏറ്റുമാനൂർ, കുട്ടനാട്, ഒരുപക്ഷെ ചങ്ങനാശ്ശേരി, അതുപോലെ തൃക്കരിപ്പൂർ തുടങ്ങിയ സീറ്റുകൾ കോൺഗ്രസ് തിരികെ ചോദിച്ചേക്കുമെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പാർട്ടി വർക്കിംഗ് ചെയർമാനായ PC തോമസിനോട് നമ്മൾ നിലപാട് ആരാഞ്ഞത്. ഒരു സാഹചര്യത്തിലും കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ ഒന്നുപോലും വിട്ടുകൊടുക്കാനില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ 10 സീറ്റുകളിലേക്കും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെക്കുറിച്ച് കേരള കോൺഗ്രസ് ഏതാണ്ടൊക്കെ ചില ധാരണകളിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റുകൾ, പരാജയപ്പെട്ട സീറ്റുകൾ തിരിച്ചെടുക്കാനാണെങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റുകൾ മറ്റ് കക്ഷികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നുള്ള ചോദ്യം കൂടിയാണ് PC തോമസ് ഉയർത്തുന്നത്. അതായത് ഏതാണ്ട് 100ഓളം സീറ്റുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചത്. പക്ഷേ 25ഓളം സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. അതാണ് PC തോമസിന്റെ ചോദ്യത്തിലെ യുക്തി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റുകൾ, പരാജയപ്പെട്ട എത്ര സീറ്റുകൾ കോൺഗ്രസ് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് PC തോമസ് ചോദിക്കുന്നു. എന്തായിരുന്നാലും സീറ്റിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. കോൺഗ്രസ് അങ്ങനെ ആ സീറ്റുകൾ വിട്ടു നിൽക്കണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെടും. അത്തരത്തിൽ ഒരു ധൈര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കരുതുന്നില്ല. ഉണ്ടായാൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം കേരള കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുക്കാൻ ഒരു തീരുമാനം എടുക്കില്ല. അതേസമയം ഈ കോട്ടയം പാർലമെന്റ് സീറ്റുമായി ബന്ധപ്പെട്ട് ചില നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ കോൺഗ്രസുകാർ പറയുന്നത്. പ്രദീപ്, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. കോട്ടയം പാർലമെന്റ് സീറ്റ് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് ചില സീറ്റുകളുമായി ബന്ധപ്പെട്ട് ചില നീക്കുപോക്കുകൾക്ക് നേരത്തെ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു. ചില വാക്കുകൊണ്ടാണെങ്കിലും ചില അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില നീക്കുപോക്കുകൾക്ക് കളം ഒരുങ്ങിയിരുന്നു. ഇത് പുതിയൊരു കാര്യമല്ല എന്നാണല്ലോ. അതെ, കോട്ടയം പാർലമെന്റ് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചകൾ വേണ്ടി വരുമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ PJ ജോസഫിനോടും PC തോമസിനോടൊക്കെ സൂചിപ്പിച്ചിരുന്നു എന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കളും കോൺഗ്രസിന്റെ സൈബർ അണികളും ഒക്കെ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് അണികൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ 10 സീറ്റുകളിൽ പലതും മുൻപ് കേരള കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള സീറ്റുകളാണ്. ചില കാരണങ്ങളാൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് തികച്ചും വിജയസാധ്യതയുള്ളതാണ് ഈ 10 സീറ്റുകൾ. അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കാനില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി നേതൃത്വത്തിൻ്റെത്. അതേസമയം കോൺഗ്രസിന് അങ്ങേയറ്റം അത്യാവശ്യമാണെങ്കിൽ ഏതെങ്കിലും ചില സീറ്റുകൾ വെച്ചുമാറുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നതിൽ തങ്ങൾക്ക് എതിരഭിപ്രായമില്ല. അതായത് ഏതെങ്കിലും ഒരു സീറ്റ് കോൺഗ്രസിന് കൈമാറുകയാണെങ്കിൽ പക്ഷേ പകരം മറ്റൊരു സീറ്റ് നൽകേണ്ടി വരും. അതല്ലാതെ ഒരു സീറ്റും കോൺഗ്രസിന് വിട്ടുകൊടുക്കാനില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് നേതൃത്വമുള്ളത്. സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇക്കാര്യം കോൺഗ്രസിനെ ഔദ്യോഗികമായി അറിയിക്കും. സീറ്റുകൾ വിട്ടുകൊടുക്കണമെന്നാണ്
കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എങ്കിൽ മറുചോദ്യം ഉന്നയിക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് തയ്യാറായി നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസ് എത്ര സീറ്റുകളിൽ പരാജയപ്പെട്ടു, അങ്ങനെയെങ്കിൽ ഈ പരാജയപ്പെട്ട സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിജയസാധ്യതയുണ്ടെങ്കിൽ ഘടകകക്ഷികൾക്ക് കോൺഗ്രസ് വിട്ടുകൊടുക്കുമോ എന്നുള്ള മറുചോദ്യം ഉന്നയിക്കാനാണ് കേരള കോൺഗ്രസ് ഒരുങ്ങുന്നത്. നിലവിൽ 10 ഇടത്തും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ കുറിച്ച് പാർട്ടി നേതൃത്വം ഏതാണ്ടൊക്കെ ചില ധാരണകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല എന്നുള്ള നിലപാടിലാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്.